വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചെറുവായൂർ കക്കാട്ടിരിയിൽ കനത്ത മഴയെ തുടർന്ന് 3 വീടുകൾ അപകടാവസ്ഥയിൽ. അടുത്തയാഴ്ച ഗൃഹപ്രവേശം തീരുമാനിച്ച ഒരു വീടടക്കമാണ് അപകടത്തിലായത്. റോഡിന് മുകളിലെ മണ്ണിടിച്ചുള്ള പ്രവൃത്തിയാണ് അപകടത്തിന് കാരണമായതെന്നും പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് വീട്ടുകാരുടെ പരാതി. ബുധനാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിലാണ് വലിയ നാശനഷ്ടമുണ്ടായത്. വാഴയിൽ കക്കാട്ടിരി അൻവർ ഷെരീഫ്, കക്കാട്ടിരി മഹേഷ്, അബ്ദുൾ റസാഖ് എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത്. കക്കാട്ടിരി ഭാഗത്തെ റോഡിന് മുകളിലായി കുന്നിടിച്ച് പുതിയ വീട് നിർമ്മാണം നടക്കുന്നുണ്ട്. മലമുകളിൽ നിന്ന് വന്ന മലവെള്ളടക്കം കുത്തിയൊലിച്ചു വന്നതോടെ ഇവിടെയുള്ള മണ്ണ് റോഡിൽ നിറയുകയും മഴവെള്ളം വഴിതിരിഞ്ഞ് മഹേഷിന്റെ വീടിനകത്ത് എത്തുകയുമാണ് ഉണ്ടായത്. ഇതോടെ മതിലിടിഞ്ഞ് 3 വീടുകൾ അപകടാവസ്ഥയിലായി. അടുത്ത ദിവസം വീട്ടുതാമസത്തിനായി ഒരുങ്ങിയിരുന്ന വീടിനാണ് അപകടം സംഭവിച്ചത്. പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഗൃഹനാഥൻ പറഞ്ഞു. സങ്കടം സഹിക്കാൻ വയ്യ. പോരെ ഒന്നായിട്ട് പോയിന് പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലൊക്കെ പരാതി കൊടുത്തിട്ടൊന്നും ഇതൊരു നടപടി ഉണ്ടായില്ല. ഇയാൾക്കെതിരെ എന്റെ മതിൽ കെട്ടണം എന്ന് പറഞ്ഞിട്ട് ഓരൊക്കെ വന്നു നോക്കി പോയി എന്നല്ല, അതൊന്നും ചെയ്തില്ല. എന്റെ പോരെ പൊളിച്ച്, താഴെ കണ്ട പൊളിച്ച്, മുന്നും പൊളിച്ച്, ഒക്കെ പൊളിച്ച്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് നീതി കിട്ടിയില്ല. ഞാനെന്റെ മക്കളും ചെന്ന് ചെയ്യും. മൂന്ന് കൊല്ലായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീട് അതൊക്കെ ആകെ പോയത്. ഞാൻ നിന്റെ മക്കളോട് എന്ത് സമാധാനം പറയും? 7 കൊല്ലായിട്ട് ഞാൻ വാടകയ്ക്ക് നിൽക്കുക. അതാണ് ഇയാളെ ഒറ്റ അഹങ്കാരം കൊണ്ട് ഈ മതിലൊന്നായിട്ട് ഇടിച്ച് എന്റെ പുര ഒന്നായിട്ട് പൊളിഞ്ഞു പോയത്. വില്ലേജ് ഓഫീസിൽ ഞാൻ 4 വട്ടം പരാതി കൊടുത്തു. പഞ്ചായത്തിൽ ഞാൻ 4-5 പ്രാവശ്യം പരാതി കൊടുത്തു. പ്രദേശത്ത് 3ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, മേലെ ഭാഗത്ത് ഒരു വീട്ടുകാരൻ വീടുണ്ടാക്കാൻ വേണ്ടി അനധികൃതമായി നിർമ്മാണം നടത്തി അതിൽ നിന്നുള്ള മണ്ണ് ഒലിച്ച് റോഡിലേക്ക് വരികയും വെള്ളം ഉൾപ്പെടെ അത് ഓവർഫ്ലോ വന്ന് പുറത്തേക്ക് വന്ന് താഴെ ഭാഗത്തേക്ക് പതിക്കുകയാണ് ചെയ്തത്. നേരത്തെ തന്നെ വീടിന് മുകളിലേക്കിട്ട് അപകട ഭീഷണിയുണ്ടെന്നും അവിടെ അനധികൃതമായി മണ്ണ് തള്ളുന്നതിനെതിരെ പരാതി നൽകിയെന്നതായും ഇവർ പറയുന്നു. എന്നാൽ വില്ലേജ് അധികൃതർ അടക്കം കർശനമായ നടപടി സ്വീകരിച്ചില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. വീട് അപകടത്തിലാണെന്നും അപകടം ഒഴിവാക്കാൻ സർക്കാർ സഹായം വേണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്.